ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ട് പാലക്കാട് അമ്പലങ്ങളിലേക്ക് ഒന്ന് പോവാം. പയറും പായസവും ഇത് വാങ്ങിക്കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ശിവന്റെ അമ്പലത്തില്, ചിലവിടെ ശിവന്റെ അമ്പലത്തിലുണ്ടാവും, ചിലവിടെ ദേവീ ക്ഷേത്രങ്ങളിലുണ്ടാവും. പയറും പായസവും അതൊരു വല്ലാത്ത ഫീലാണ്. എന്താ പറയാ, എത്ര കഴിച്ചിരിക്കണോ ദൈവമേ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഓർമ്മ വരണ സമയത്ത് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് എത്തന്നൂരുണ്ടല്ലോ, ശിവന്റെ അമ്പലത്തിൽ നിന്ന് കുറച്ച് തരുള്ളൂ കേട്ടോ. ബിക്കോസ് അധികം ആളൊന്നും ഇല്ലാത്ത ശിവന്റെ അമ്പലങ്ങളായിരിക്കില്ലേ. അപ്പോൾ അത്യാവശ്യമുള്ള ആൾക്കാരല്ലേ ഈ പയറും പായസത്തിനൊക്കെ കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് അടുത്തുനിന്നൊക്കെ ചിലപ്പോൾ വല്യമ്മയോ ഇളയമ്മയോ ആരൊക്കെ കൊണ്ട് തരണ സമയത്ത് അവർക്ക് അറിയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവർ കുറച്ചും കൂടി ജാസ്തി കൊടുക്കും അമ്മയുടെ അടുത്ത്. മോൾക്ക് കൊടുക്കൂട്ടോ പറഞ്ഞിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഇതിൻ്റെ കോമ്പിനേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ സൂപ്പർ ടേസ്റ്റിയാണ്. രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് ശർക്കര വേണം, തേങ്ങ വേണം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കും, പയറും ഉണ്ടാക്കും, എന്നിട്ട് കോമ്പിനേഷനിൽ നമ്മൾ കഴിക്കും. ഓക്കെ, അപ്പോൾ വേണ്ടത് പച്ചരി പായസത്തിന് ഇട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വെള്ളപ്പയറാണ് വേണ്ടത്. വൻപയർ എന്ന് പറയുന്ന സംഭവം ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിടുക. ഇത് വേവിച്ച് വെക്കുക. അരി വേവിച്ച് വെക്കുക. ശർക്കര രണ്ടെണ്ണത്തിനും ഉള്ളതിന് ഉരുക്കി വെച്ചാൽ മതി. അതായത് സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നുമില്ല, പദങ്ങളൊന്നുമില്ല, അതിന് പാവ് കൺസിസ്റ്റൻസി ഒന്നുമില്ല കേട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് ആയിരിക്കും പായസം. അങ്ങനെ ഡാർക്ക് കളറിലായിരിക്കില്ല, ഇളം മഞ്ഞ കളറിലായിരിക്കും വെള്ള പായസം. പിന്നെ എന്താണ് പറയാ, വൻപയറും അതുപോലെ തന്നെ ഒരിളം മധുരം. പക്ഷെ ഇതിന്റെ കോമ്പിനേഷൻ എനിക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ സങ്കടം വരെ എന്തൊക്കെയോ ചെയ്യാന്ന് ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത്. ബിക്കോസ് അതൊക്കെ ഒരു തനി നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണമല്ലേ. നമ്മുടെയൊക്കെ മക്കൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ പോയി കഴിഞ്ഞാലും പായസവും പയറും എന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, അവർക്കൊക്കെ അതൊരു ഡിഷ്, ദാറ്റ്സ് ഓൾ, ഒരു ഡെസേർട്ട് പോലെ അവർ കാണുന്നുള്ളൂ. നേരെ നമുക്ക് അങ്ങനെയല്ല. അതൊക്കെ ഒരു ഫീലിംഗ് ആണ്. ഇളയമ്മ വല്യമ്മ മക്കളുടെ കൂടെ പോവുക, എന്നിട്ട് തിരുമേനി അത് തരുമ്പോൾ വാങ്ങിച്ച് കഴിക്കുക. അതൊക്കെ ഒരു വല്ലാത്ത സമയമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ 1 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി തന്നെ എടുക്കാൻ നോക്കുക, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വൻപയർ, വെള്ളപ്പയർ കുതിർത്തു ഇട്ടിട്ടുണ്ട്. 1 കപ്പ് തന്നെയാണ്, ഇതേ കപ്പിന് തന്നെയാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ കുതിർത്തിട്ടിരിക്കണമെന്ന് മാത്രം കേട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഉള്ള ഒരു കപ്പിൽ ശർക്കര എടുത്തിട്ട് ഉരുക്കി വെക്കാം. നമ്മൾ വെള്ളപ്പയർ എന്താ പറയുക വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 6-7 വിസിലിട്ടിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഈ എന്താ പറയുക ഉടഞ്ഞ പോലെ കിട്ടുള്ളൂ. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഒഴിക്കും. എത്രയാണോ നിങ്ങൾക്ക് ശർക്കര വേണ്ടത് അത് മധുരത്തിനനുസരിച്ച് ഒഴിക്കുക. ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും ഇതിന്. ഓക്കെ, ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഇത് കണ്ടോ, കുറച്ചും കൂടി വെള്ളമുണ്ട്. അതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 1/2 കപ്പ് ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടുള്ളൂ. 1/2 കപ്പ് ശർക്കര ഒഴിച്ചു കൊടുത്തു. 2 സ്പൂണ് പഞ്ചസാര ഇട്ടു. ഇനി ഇത് രണ്ടും കൂടി കടന്നിട്ട് നന്നായിട്ട് ഈ വെള്ളപ്പയറിലേക്ക് പിടിക്കണം. ഒന്ന് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൈപ്പിടി, ഒരു പിടി ഉണ്ടല്ലോ, ഒരു പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം കേട്ടുള്ളൂ. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. സിമ്പിളാണ്. നോക്കൂ, നന്നായിട്ട് തിളക്കിണ്ട്. ഒരു പിടി എടുത്ത് വെച്ച നമ്മുടെ തേങ്ങ, ചിരവിയ തേങ്ങ ഇട്ടിട്ട് ഇപ്പൊ തന്നെ അമ്പലത്തിന്റെ മണം വരുന്നുണ്ടോ. എന്താ ദീപാരാധനയ്ക്ക് മുമ്പൊക്കെ പോയാൽ തിരുമേനി ഇങ്ങനെ അടുക്കളയിൽ പ്രസാദം വെക്കുന്നുണ്ടാവില്ലേ, അതുപോലെ ഉണ്ട് വീട്. ഇനി ഇത് തേങ്ങയും കൂടി കടന്ന് നന്നായിട്ട് ആവണ സമയത്ത് ലേശം ഒരു ഡ്രോപ്പ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഡ്രോപ്പേ പാടുള്ളൂ കേട്ടോ, കൂടുതൽ നിന്നാൽ പോയി. ഇപ്പം നോക്കുക, ഞാൻ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത തേങ്ങ മതിയായില്ല, അപ്പം നിങ്ങൾ 2 പിടിയായിട്ട് ഇട്ടോളൂ. എന്നിട്ട് ഒരു ഡ്രോപ്പ് നെയ്യ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നായിക്കോട്ടെ, നന്നായിട്ട് ഉടഞ്ഞ് ഇങ്ങനെ വരണം.
സിമ്മിൽ വെക്കുക കേട്ടോളൂ. ഇതാ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ പയർ ഏതാണെന്ന്? പയറും പായസവും ഓർമ്മ വരാത്തവർക്ക് ഞാൻ പറയാണ്, പാലക്കാട് ഉള്ളവർക്ക്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് പറഞ്ഞാൽ ആ ഗ്രാമം ശരിക്കും വില്ലേജ് സ്പെഷ്യൽ. അമ്പലത്തിലത്തെ അതേ ടേസ്റ്റ്. കഴിഞ്ഞു, നമ്മുടെ പയറ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചരി വേവിക്കാം. അതും വേറെ ഒന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് ഉടയണ പോലെ എന്താണ് പറയുക, പച്ചരി നിങ്ങൾ കുക്കറിൽ വേവിച്ചോളൂ കേട്ടോ. അപ്പം അത് നോക്കൂ, പച്ചരി ഇതുപോലെ ഉടച്ചെടുക്കുക. ഓക്കെ, വേവിച്ച് നന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് എന്താണ് പറയുക, വലിയ കപ്പിന് 2 കപ്പ് ശർക്കര ഒഴിച്ച് നമ്മൾ തിളയ്ക്കാൻ വെക്കും കേട്ടോളൂ. പക്ഷേ ഇതിൽ കുറച്ച് നെയ്യിടും, 1/2 സ്പൂണോളം നെയ്യിടണം. വലിയ സ്പൂണിന് 1/2 സ്പൂണോളം നെയ്യിടണം കേട്ടോളൂ. ഇപ്പോൾ ഇതാ ശർക്കര ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് കിടന്നാവട്ടെ. നിങ്ങളുടെ ശർക്കരയുടെ കളറിനനുസരിച്ചിട്ടായിരിക്കും പായസത്തിൻ്റെയും കളറ്. ഓക്കെ, ഇനി ഇതായിട്ട് കാണിച്ചു തരാട്ടുള്ളൂ. ഇതിൽ ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക, തേങ്ങ കൊത്തുപോലെ ഇടാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടും പുറത്തൊക്കെ കിട്ടണത് തേങ്ങ ഇങ്ങനെ ചിരവിയതാണ് ഇടുക കേട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നായിട്ട് കാണിച്ചു തരാം. സിമ്മിൽ വെക്കുക. അപ്പോൾ ഇതാ നല്ല പോലെ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ കമ്മിയായിട്ട് കാണും. എന്താ കാരണം എന്ന് വെച്ചാൽ 2 മക്കളും തേങ്ങ ഇട്ടാൽ കഴിക്കില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശർക്കര പായസം, നെയ് പായസം. അപ്പം ഞാൻ ഈ ഒരു പകുതി ക്വാണ്ടിറ്റി അവർക്ക് വേണ്ടി എടുത്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. ഒരുപാട് ഇടരുത്. ഇത് ജസ്റ്റ് കണ്ടില്ല എന്നുള്ളതേ പാടുള്ളൂ. 1/2 സ്പൂണും കൂടി ഇടരുത്. ഈ തേങ്ങ വെന്തുടയാനൊന്നുമില്ല, അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്താ കാരണം വെച്ചാൽ അത് ഫ്രഷ് ആയിട്ട് കടിക്കുകയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ശർക്കര ഉണ്ടല്ലോ, അതെനിക്ക് ഈ കളറാണ് കിട്ടിയിരിക്കുന്നത്. അത് ഓരോ ശർക്കര ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പായസത്തിന് കളർ കൂടുക കുറയുക ഒക്കെ ചെയ്യുക. അപ്പോൾ പായസവും റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇനി കഴിക്കുക തന്നെ. Oh my God, I can't just wait. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് നല്ലപോലെ അറിയാം ഞാനിപ്പോൾ എത്ര ഭ്രാന്തിയാണ്. Oh my God, awesome. എനിക്ക് വാക്കുകളില്ല പറയാൻ. അത്രയ്ക്ക് നൊസ്റ്റാൾജിക്കാണ്. ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എന്തായാലും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പാലക്കാടാണെങ്കിൽ പയറും പായസവും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. ഇതുപോലുള്ള റെസിപ്പീസ് വിനീസ് കിച്ചണിൽ മാത്രം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. ശരി അപ്പോൾ.